വെൽക്കം അഗെയിൻ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇമോസ് ലെക്ചർ. നമ്മുടെ മാക്രോഫേജസുകൾ ആന്റിജൻസുകളെ MHC മോളിക്യൂൾസ് വഴി ടി സെൽസുകൾക്ക് പ്രസന്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ CD28 B7 മോളിക്യൂൾസ് ഓഫ് ആന്റിജൻ പ്രസന്റിംഗ് സെൽസും ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് സെക്കൻഡ് കോസ്റ്റുമുലേറ്ററി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇന്ററാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ മൂന്നാമത് ഒരു സിഗ്നൽസ് ഇവര് റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സൈറ്റോകൈൻസ് ആയിരിക്കും. ഇവര് രണ്ട് കൂട്ടരും സൈറ്റോകൈൻസ് റിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്തും. സോ അതിനു മുമ്പ് സൈറ്റോകൈൻസ് ആദ്യം ഇവരുടെ മെമ്പറൈനകത്ത് ഇവരുടെ സെല്ലിനുള്ളിൽ സിന്തസൈസ് ചെയ്യണം. സോ ടി സെൽസിനെ നമുക്ക് നോക്കാം. സോ നമ്മുടെ ഇന്റർലൂക്കിൻ 2 ജീനകത്ത് ഇരിപ്പുണ്ടാകും, ഇന്റർലൂക്കിൻ 2R ജീനും ഇരിപ്പുണ്ടാകും. സോ ഈ ജീൻസുകളുടെ ജീൻസുകളുടെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. അങ്ങനെ ഈ ജീൻസിന്റെ mRNA ഫോർമേഷൻ നടക്കും. ഈ mRNA ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സിഗ്നൽസ് ആയിരിക്കും ഇപ്പൊ ഫോം ചെയ്തിരിക്കുന്ന mRNA ട്രാൻസ്ക്രിപ്ഷനൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ലേഷൻ ഫോം ചെയ്ത് ഈ ഇന്റർലൂക്കിൻ 2 ജീന്റെയും ഈ ഇന്റർലൂക്കിൻ 2R ജീന്റെയും പ്രൊഡക്ട്സ് അവർ പുറത്തോട്ട് റിലീസ് ചെയ്യും. സോ ഇവരിപ്പോ റിലീസ് ചെയ്തേക്കുന്ന ഈ സൈറ്റോകൈൻസ് ആണ് ഇന്റർലൂക്കിൻ 2. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ ഇന്റർലൂക്കിൻ 2R ജീൻസിന്റെ ട്രാൻസ്ലേഷൻ നടന്ന് അതിനെയും അവർ റിലീസ് ചെയ്യും. പക്ഷെ അവർ മെംബ്രെയിൻസിനകത്ത് റിസപ്റ്റേഴ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്, വിച്ച് ഈസ് കോൾഡ് ദിസ് ഇന്റർലൂക്കിൻ 2R റിസപ്റ്റർ. ഓക്കെ, സോ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഇന്റർലൂക്കിൻ 2 വന്ന് ഈ റിസപ്റ്ററിനകത്ത് വന്നിരിക്കും. ഓക്കെ, so what is happened is here that ഇന്റർലൂക്കിൻ 2 ജീൻ നമ്മുടെ അകത്തുണ്ടായിരുന്നു, ഇന്റർലൂക്കിൻ 2R ജീൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ ട്രാൻസ്ലേഷൻ നടന്ന് അവരെ രണ്ടുപേരെയും പുറത്തോട്ട് റിലീസ് ചെയ്തു. ഇന്റർലൂക്കിൻ 2 ജീൻസ് പുറത്തോട്ട് വന്നത് സൈറ്റോകൈൻ ഫോമിലായിരുന്നു, എന്നാൽ ഇന്റർലൂക്കിൻ 2R പുറത്തോട്ട് വന്നത് ഒരു റിസപ്റ്റർ ഫോമിലായിരുന്നു. സോ ഇവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു, ഇവര് തന്നെ അതിനെ കഴിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരാള്, കഴിക്കുന്നതും ഒരാള്. ആൻഡ് ഈ ഒരു ഓട്ടോക്രൈൻ ഫാഷൻ ആയിട്ടാണ് നടക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് തന്നെയാണ് അതിനെ അപ്ടേക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോക്രൈൻ എന്ന് പറയും. ആൻഡ് വൺ മോർ തിങ്, ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ടി സെൽസ് ഇരുന്നത് ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് G0 സ്റ്റേജ് ആണ്. അത് ഇനാക്ടിവേറ്റഡ് ഫോമിലാണ് അവർ ഇരുന്നത്. എന്നാൽ ആക്ടിവേഷൻ നടന്നു കഴിയുമ്പോൾ, ദിസ് ഇസ് ദ ആക്ടിവേഷൻ, ഇന്റർലൂക്കിൻ 2ന്റെ റിസപ്റ്ററിൽ വന്നിരുന്നു. ആൻഡ് ആ ഒരു ഇന്റർലൂക്കിന്റെ സിഗ്നൽസ് അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ ടി സെൽസിന്റെ അകത്തേക്ക് ആ ഒരു സിഗ്നൽസ് എത്തിക്കഴിഞ്ഞു. ഈ ഇന്റർലൂക്കിൻ 2 റിസപ്റ്ററിൽ വന്നിരുന്നു, ആ സിഗ്നൽസ് അകത്തേക്ക് കയറി. അങ്ങനെ നമ്മുടെ ടി സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അവരിൽ സെൽ സൈക്കിൾ ആക്ടിവേറ്റഡ് ആയി. സോ G0 സ്റ്റേജിൽ നിന്ന് അവർ G1 സ്റ്റേജ്, S സ്റ്റേജ്, G2 സ്റ്റേജ് കഴിഞ്ഞ് N സ്റ്റേജിലേക്ക് വരുവാണ്. ദാറ്റ് ഇസ് എ കേസ് ഓഫ് മൈറ്റോസിസ്. അവരുടെ ഉള്ളിൽ മൈറ്റോസിസ് നടക്കുവാണ്. മൈറ്റോസിസ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ആണ്. അപ്പോൾ ടി സെൽസുകൾ ഡിവൈഡ് ചെയ്യാനുള്ള ടൈം ആയി എന്നുള്ള ഒരു സിഗ്നലാണ് ഇന്റർലൂക്കിൻ 2 കൊടുത്തത്. ആൻഡ് നമ്മുടെ ടി സെൽസുകൾ ഇവിടെ ഫോം ചെയ്തു. ദിസ് ആർ ദ എഫക്റ്റീവ് സെൽസ്. ഇത് CD8 ആവാം, CD4 ആവാം, അതായത് സൈറ്റോടോക്സിക് സെൽസ് ആവാം, അല്ലെങ്കിൽ ടി ഹെൽപ്പർ സെൽസ് ആവാം. ആൻഡ് ദിസ് ആർ ദ മെമ്മറി സെൽസസ്. ആൻഡ് അതിൽ നമ്മൾ ഈ CD4 ദാറ്റ് ഇസ് ദ ടി ഹെൽപ്പർ സെൽസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതിൽ ടി ഹെൽപ്പർ സെൽസുകളും CD8 സെൽസുകളും വന്ന ആന്റിജൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഈ 90% സെൽസുകളും ഡൈഡ് ആയി പോകും. ആൻഡ് ഓൺലി ദ മെമ്മറി സെൽസ് വിൽ റിമെയിൻ. ഇവർ ലോങ് ലിവ്ഡ് ആയിരിക്കും. ആൻഡ് ഇനി ഈ ആന്റിജൻ വീണ്ടും കയറി വന്ന മെമ്മറി സെൽസ് ആയിരിക്കും അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ നമ്മുടെ ടി സെൽസുകളെ മാക്രോഫേജസ് അല്ലെങ്കിൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകൾ ആക്ടിവേറ്റഡ് ആയി എന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഈ ടി സെൽസുകൾ പ്രൊലിഫറേറ്റ് ചെയ്ത് ക്ലാസിഫൈഡ് ഇൻ ടു ടി ഹെൽപ്പർ 1 ആൻഡ് ടി ഹെൽപ്പർ 2, TH1 ആൻഡ് TH2. സോ നമ്മളിപ്പോൾ പറയുന്നത് ടി ഹെൽപ്പേഴ്സിന്റെ മാത്രം കാര്യമാണ്, ദാറ്റ് ഇസ് CD4ന്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് TH1 ആൻഡ് TH2 ആയിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് TH1നെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, ആൻഡ് TH2 സെൽസുകളെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. സോ നമ്മുടെ ടി സെൽസുകളിലേക്ക് നെയ്വായിട്ട് നിൽക്കുന്ന ഈ ഒരു ടി സെൽസുകളിലേക്ക് ആന്റിജൻ പ്രസന്റിംഗ് സെൽസുമായിട്ടുള്ള ഇന്ററാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ, സോ ഫസ്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ടി സെൽ റിസപ്റ്റേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് CD28 ആൻഡ് B7 തമ്മിലുള്ളതാണ്. So this is the communication between, or this is a friendship story between the antigen presenting cells and T cells.
ആൻഡ് തേർഡ് സിഗ്നൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്റർലൂക്കിൻസസ് അല്ലെങ്കിൽ നമ്മുടെ സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇന്റർലൂക്കിൻ 12 ആൻഡ് 18 ആണ് ഇവർ റിലീസ് ചെയ്യുന്ന സൈറ്റോകൈൻ എങ്കിൽ ദ ടി സെൽ വിൽ പ്രൊലിഫറേറ്റ് ഇൻ ടു TH1. നമ്മൾ 2 ടി ഹെൽപ്പർ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ടി ഹെൽപ്പർ 1 ആയിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇഫ് ദ സൈറ്റോകൈൻ ഈസ് ഇന്റർലൂക്കിൻ 4 ആണെങ്കിൽ, ഇഫ് ദിസ് ഇന്റർലൂക്കിൻ ഈസ് 4 ആണെങ്കിൽ അവർ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് TH2 ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് സൈറ്റോകൈൻസ്. ഇപ്പൊ ഈ ഇന്റർലൂക്കിൻസ് 12 18 ആണ് നമ്മുടെ ടി സെൽസിലോട്ട് പോകണമെങ്കിൽ ആ ടി സെൽസുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൊലിഫറേറ്റ് ചെയ്ത് അവർ TH1 ഫോം ചെയ്യും. ആൻഡ് ഇഫ് ദ ഇന്റർലൂക്കിൻ ഈസ് നമ്പർ 4 ആണെങ്കിൽ അവർ ഫോം ചെയ്യുന്ന TH എന്ന് പറയുന്നത് TH2 ആയിരിക്കും. സോ ഇന്റർലൂക്കിൻസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ TH1 ഡിഫൈൻ ചെയ്യുവാണ്. സോ ഞാൻ ഇവിടെ ഇന്റർലൂക്കിൻ 12 ആൻഡ് 18 തന്നെ കാണിക്കുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റിൽ നമുക്ക് ഇന്റർലൂക്കിൻ 4 വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്റർലൂക്കിൻ 12 ആൻഡ് 18 ചെന്ന് നമ്മുടെ ടി സെൽസിന് ഒരു മെസ്സേജ് TH1 ആയിട്ട് മാറി. ഓക്കെ, സോ ദിസ് ഇസ് അവർ ടി ഹെൽപ്പർ 1 സെൽസ് ആണ്. ഹെൽപ്പർ 1 സെൽസ് റിലീസ് ചെയ്യുന്ന സൈറ്റോകൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് അവർ റിലീസ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള സൈറ്റോകൈൻ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഇന്റർലൂക്കിൻ 2. അപ്പോൾ ഈ 2 റിലീസ് ചെയ്യുമ്പോഴാണ് അവർ ഒന്നും കൂടെ നന്നായിട്ട് പ്രൊലിഫറേറ്റ് ചെയ്യണത്. സോ ഇന്റർലൂക്കിൻ നമ്പർ 2, ഇന്റർലൂക്കിൻ 2 പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടി സെൽസുകൾ പ്രൊലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ റിലീസ് ചെയ്യുന്ന ഒരു സൈറ്റോകൈൻ ആണ് ഇന്റർഫെറോൺ ഗാമ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റോകൈൻ ആണ്. സോ നെക്സ്റ്റ് റിലീസ് ചെയ്യുന്നത് TNF ബീറ്റ. സോ ഇതൊക്കെയാണ് ഇവർ റിലീസ് ചെയ്യുന്ന, അതായത് TH1 റിലീസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. ഇന്റർലൂക്കിൻ 2 which is result in the proliferation of the T cells. ഇനി ഇന്റർലൂക്കിൻ 2 പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർ പ്രൊലിഫറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റർഫെറോൺ ഗാമ റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഇന്റർലൂക്കിൻ 12 ആൻഡ് 18 ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടി സെൽസിനകത്ത് ടി സെൽസിന്റെ സെല്ലിനുള്ളിൽ കുറച്ച് ചേഞ്ചസ് സംഭവിക്കും. സപ്പോസ് നമ്മുടെ ടി സെൽസുകൾ, സോ നമ്മുടെ ഇന്റർലൂക്കിൻ 12 ആൻഡ് 18 ആണ് നമ്മുടെ ആന്റിജൻ പ്രസന്റിങ് സെൽസ് നമുക്ക് നമ്മുടെ ടി സെൽസുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിനകത്ത് ഒരു മാസ്റ്റർ ജീൻ ഉണ്ട്. നമ്മുടെ ആന്റിജൻ പ്രസന്റിങ് സെൽസ് ഇന്റർലൂക്കിൻ 12 ആൻഡ് 18 ആണ് നമ്മുടെ ടി സെൽസുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ടി സെൽസിന്റെ ഉള്ളില് സൈറ്റോസോളിനകത്ത് ടി ബെറ്റ് എന്ന് പറഞ്ഞ ഒരു മാസ്റ്റർ ജീൻ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ടി ബെറ്റ്. ഓക്കെ, സോ ഈ ടി ബെറ്റ് എന്ന് പറഞ്ഞ ഈ മാസ്റ്റർ ജീൻസ് ആണ് ഇന്റർഫെറോൺസുകളെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഇന്റർഫെറോൺ ഗാമ റിലീസ് ചെയ്യുന്നത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ഇന്റർഫെറോൺ ഗാമ. സോ ദ ഫസ്റ്റ് റോൾ ഓഫ് ഇന്റർഫെറോൺ ഗാമ എന്ന് പറയുന്നത് അവർ ക്ലാസ് സ്വിച്ചിങ് ഓഫ് ബി സെൽസുകളുടെ ക്ലാസ് സ്വിച്ച് ചെയ്യും. ക്ലാസ് സ്വിച്ച് ഓഫ് IgG. അപ്പോൾ അവരുടെ ബി സെൽസിനകത്തുള്ള ആന്റിബോഡീസുകളിൽ അകത്ത് ജീൻ റീ അറേഞ്ച്മെന്റ് നടത്തി അവർ ക്ലാസ് സ്വിച്ചിങ് ഓഫ് IgG ആന്റിബോഡീസ് എന്താ ചെയ്യണമെന്ന് നോക്കാം. IgG ആന്റിബോഡീസുകൾ, സോ അവർ ആന്റിജൻസിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോംപ്ലിമെന്റ്സുകളെ ആക്ടിവേറ്റ് ചെയ്യും, കോംപ്ലിമെന്റ് പ്രോട്ടീൻസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇവർ ഫാഗോസൈറ്റോസിസിനെ എൻഹാൻസ് ചെയ്ത് ഒരു ഓപ്സോണിനായിട്ട് ആക്ട് ഒക്കെ ചെയ്ത് ഇവർ ഓപ്സോണിനായിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് ഫാഗോസൈറ്റോസിസ് പരിപാടിക്ക് ലീഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റോൾ ഓഫ് ദ IgG ആന്റിബോഡി. അപ്പോൾ IgG പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. അപ്പോൾ ബി സെൽ ആക്ടിവേഷൻ ആണ് ഇവരുടെ ഫസ്റ്റ് ജോബ്. അപ്പോൾ ബി സെല്ലില് ക്ലാസ് സ്വിച്ചിങ് നടത്ത IgG ക്ലാസ് സ്വിച്ച് ചെയ്യും. IgG ആന്റിബോഡീസ് കോംപ്ലിമെന്റുകളെയും അതുപോലെ തന്നെ ഓപ്സോണിനായിട്ട് ആക്ട് ചെയ്ത് ഫാഗോസൈറ്റോസിസ് ഒക്കെ നടത്തും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റോൾ ഓഫ് ഇന്റർഫെറോൺ ഗാമ. നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത് ഇവർ മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്യും. സോ മാക്രോഫേജ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ മാക്രോഫേജസ് റിലീസ് ഇന്റർലൂക്കിൻ 12. കണ്ടില്ലേ, ഓൾറെഡി അവർ നേരത്തെ റിലീസ് ചെയ്ത ഇന്റർലൂക്കിൻ ആണ്, അത് വീണ്ടും അവർ റിലീസ് ചെയ്യും. ആൻഡ് വീണ്ടും അവർ വേറെ ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്യും, കുറച്ച് ടി സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും. സോ ഫർദർ ആക്ടിവേഷൻസിലേക്ക് അത് ലീഡ് ചെയ്യും. സോ ഫർദർ ആക്ടിവേഷൻ ഓഫ് TH1 സെൽസസ് അവിടെ നടക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇവരുടെ ജോബ് എന്ന് പറയുന്നത് ഇവര് ടി സൈറ്റോടോക്സിക് സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ടി സൈറ്റോടോക്സിക് സെൽസ്.
ഈ ടി സൈറ്റോടോക്സിക് സെൽസുകൾ കില്ലർ സെൽസുകളെ പോലെയാണ്. അവര് ഇൻട്രാ സെല്ലുലാർ പാത്തജൻസുകളെ അറ്റാക്ക് ചെയ്യുന്നവരാണ്. ഇൻട്രാ സെല്ലുലാർ പാത്തജൻസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിനകത്ത് കുറച്ച് സെൽസ് ഉണ്ട് ഇവിടെ, ഈ സെല്ലിന് ഉള്ളിൽ ഒരു വൈറസ് കയറി. സോ ദിസ് ഇസ് ദ ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻട്രാസെല്ലുലാർ പാത്തജൻസിനെ മാത്രമായിട്ടല്ല ഇവർ കൊല്ലുന്നത്. ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവർ നേരെ പോയി ഈ സെല്ലിനോടുകൂടി അങ്ങനെ കില്ല് ചെയ്യും. സെല്ലിനെയും കില്ല് ചെയ്യും, വന്ന ആന്റിജൻസിനെയും കില്ല് ചെയ്യും. സോ ദിസ് TH1 നമ്മൾ ഇൻട്രാസെല്ലുലാർ പാത്തജൻസ് ആയിട്ടാണ്, പാത്തജൻസിനെ കില്ല് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് കൂട്ടുന്നത്. ഇൻട്രാസെല്ലുലാർ പാത്തജൻസ്. ഓക്കെ, സോ നമ്മുടെ ഈ TH1 ഇൻട്രാസെല്ലുലാർ പാത്തജൻസുകളെ ടാർഗറ്റ് ചെയ്യുന്നവരാണ് TH1 എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇവര് ഈ വഴി ഇതോടുകൂടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിനെ എൻഹാൻസ് ചെയ്യുവാണ് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് TH1. സോ ആദ്യം ബി സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്ത് കോംപ്ലിമെന്റ് ഓപ്സോണിൻ ഫാഗോസൈറ്റോസിസ് അതെല്ലാം നടത്തി. നെക്സ്റ്റ് അവർ മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്തു. മാക്രോഫേജസുകൾ ഇന്റർലൂക്കിൻ 12 പ്രൊഡ്യൂസ് ചെയ്ത് ഫർദർ ആക്ടിവേഷൻ ഓഫ് TH1 അവിടെ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് അവര് ടി സൈറ്റോടോക്സിക് സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്ത് ഇൻട്രാ സെല്ലുലാർ പാത്തജൻസുകളെ കിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഈ TH1 എന്ന് പറയുന്നവരുടെ പരിപാടി എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ആണ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. സോ നമ്മുടെ TH1 ആണ് ഇവിടെ പറയുന്നത്. അതിൽ ആൻറ്റിജൻ പ്രസന്റിംഗ് സെൽസും ടി ഹെൽപ്പർ സെൽസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ആക്ച്വലി ഇത്. അതിൽ ഫസ്റ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് TCR അതുപോലെ MHC2 തമ്മിലുള്ളതായിരിക്കും, ക്ലാസ് 2 MHC തമ്മിലുള്ളതായിരിക്കും. ആൻഡ് സെക്കൻഡ് ഇൻട്രാക്ഷൻ ഇറ്റ് ഈസ് ദ co-stimulator interaction between CD28 and B7. ആൻഡ് തേർഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ സൈറ്റോകൈൻസ് റിലീസിങ്. അപ്പോൾ ആന്റിജൻ പ്രസന്റിംഗ് സെൽ റിലീസ് ചെയ്ത ഇന്റർലൂക്കിൻ 12 ആൻഡ് ഇന്റർലൂക്കിൻ 18 ആണ് ഏത് ടി ഹെൽപ്പർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് മീഡിയേറ്റ്സ് TH1. ഓക്കെ, ആൻഡ് TH1 അതിനുശേഷം കുറച്ച് ലുക്കിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഇന്റർലൂക്കിൻ 2, ഇന്റർഫെറോൺ ഗാമ ആൻഡ് TNF ബീറ്റ. ആൻഡ് നെക്സ്റ്റ് ഇന്റർഫെറോൺ ഗാമ. ഇവിടെ ഇന്റർഫെറോൺ ഗാമയുടെ 3 ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ക്ലാസ് സ്വിച്ചിങ് ഓഫ് IgG. സെക്കൻഡ് എന്ന് പറയുന്നത് മാക്രോഫേജസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റ് ചെയ്ത മാക്രോഫേജസ് വീണ്ടും ഇന്റർലൂക്കിൻ 12 റിലീസ് ചെയ്യും. അപ്പോൾ അവർ വേറെ ടി ഹെൽപ്പർ സെൽസുകളെ TH1 സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവർ ടി സൈറ്റോടോക്സിക് സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ടി സൈറ്റോടോക്സിക് സെൽസുകളെ ഇൻട്രാസെല്ലുലാർ പാത്തജൻസിനെ കില്ല് ചെയ്യും. സോ മൊത്തത്തിൽ TH1 ഇൻട്രാസെല്ലുലാർ പാത്തജൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആൻഡ് മീഡിയേറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ നെക്സ്റ്റ് നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകൾ ഇന്റർലൂക്കിൻ 4 എന്ന് പറഞ്ഞൊരു സൈറ്റോകൈൻ ആണ് റിലീസ് ചെയ്യണമെങ്കിൽ ഈ നെയ്വ് ആയിട്ടുള്ള ഈ ടി സെൽസുകളെ പ്രൊലിഫറേറ്റ് ചെയ്യാനായിട്ട് വിടും. അങ്ങനെ പ്രൊലിഫറേറ്റ് ചെയ്ത് ഇവര് കൊണ്ടുവരുന്ന ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്നത് TH2 ആയിരിക്കും. ഓക്കെ, അതായത് ഇന്റർലൂക്കിൻ 4 ആണ് ഇവർ റിലീസ് ചെയ്യണമെങ്കിൽ നെയ്വ് ടി സെൽസുകൾ പ്രൊലിഫറേറ്റ് ചെയ്ത് TH2 ആയിട്ട് മാറും. TH2 ടി ഹെൽപ്പർ 2 ആയിട്ട് മാറും. ഇപ്പൊ TH1 ആണ് നമ്മൾ പറഞ്ഞത്. TH2 ആവണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർലൂക്കിൻ മസ്റ്റ് ബി 4. ഇൻ കേസ് ഓഫ് TH1 കേസിൽ നമ്മൾ പറഞ്ഞു അത് ഇന്റർലൂക്കിൻ 12 അല്ലെങ്കിൽ ഇന്റർലൂക്കിൻ 18 ആവണം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഇന്റർലൂക്കിൻ 4 ആണ് TH2 ആക്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഇന്റർലൂക്കിൻസ് ഇപ്പോൾ ഈ ടി ഹെൽപ്പർ 1 ആൻഡ് ടി ഹെൽപ്പർ 2 മാത്രമല്ല, വേറെയും ടി ഹെൽപ്പർ സെൽസുകളുണ്ട്, വേറെയും ടി സെൽസുകളുണ്ട്, വിച്ച് ഇസ് ടി ഫോളിക്കുലർ ഹെൽപ്പർ സെൽസ് ഉണ്ട്. അവരെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് വേറെ സൈറ്റോകൈൻസിനെ കൊണ്ടുവരണം. ആൻഡ് ഈ ടി റെഗുലേറ്റർ ആയിട്ടുള്ള സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വേറെ ഇന്റർലൂക്കിൻസ് കൊണ്ടുവരണം. സോ ഈ സൈറ്റോകൈൻസ് അനുസരിച്ചിട്ടാണ് ഹോൾ പ്രോസസ്സ് നടക്കുന്നത്. സൈറ്റോകൈൻസിന്റെ അനുസരിച്ചിട്ട് ഏത് ഹെൽപ്പർ സെൽസ് ആണ്, ഏത് TH1 ആണോ TH2 ആണോ ഇനി TH17 ആണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ ഇന്റർലൂക്കിൻസ്. സോ നമ്മുടെ ടി ഹെൽപ്പർ 2 സെൽസുകളുടെ അകത്തുള്ള ഒരു മാസ്റ്റർ ജീൻ എന്ന് പറയുന്നത് ടി ഗാട്ട ആണ്, GATA. നേരത്തെ നമ്മൾ TH1 പറഞ്ഞായിരുന്നു, അത് ടി ബെറ്റ എന്ന് പറഞ്ഞായിരുന്നു. സോ ഇവിടെ ടി ഗാട്ട ജീൻ മാസ്റ്റർ ജീൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ TH2 റിലീസ് ചെയ്യുന്ന ഇന്റർലൂക്കിൻസ് ആണ് ഇന്റർലൂക്കിൻ 4, 9, 5, 10, 6 ആൻഡ് 13. സോ നെക്സ്റ്റ് നമ്മുടെ TH2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇന്റർലൂക്കിൻ ആണ് ഇന്റർലൂക്കിൻ 4 എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർലൂക്കിൻ 4 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബി സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ബി സെൽസ്. സോ ബി സെൽസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അവര് പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് പ്ലാസ്മ സെൽസിൽ നിന്ന് ആന്റിബോഡീസ് ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ആന്റിബോഡീസ്
So this antibodies is called IgE. Also ഈ ഇന്റർലൂക്കിൻ 4 തന്നെ നമ്മുടെ ഈസ്നോഫിൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈസ്നോഫിൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈസ്നോഫിൽസും ഈ IgEയും, സോ ഈസ്നോഫിൽസും പ്ലസ് IgE ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കയറിയേക്കുന്ന പാരാസൈറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യും. ബിക്കോസ് ഇവര് നോട്ട് ഇടുന്നത് കൂടുതലും പാരാസൈറ്റ്സിനെയാണ്, ഹെൽമിന്തസ്, റൗണ്ട് വേംസ്, അങ്ങനത്തെ പാരാസൈറ്റ്സിനെയാണ് ഈസ്നോഫിൽസും IgEയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഇന്റർലൂക്കിൻ 4. പിന്നെ ഇന്റർലൂക്കിന്റെ വേറൊരു ഇൻഹിബിറ്ററി റോൾ ഉണ്ട്. ഇന്റർലൂക്കിൻ 4 TH1 സെൽസുകളുടെ ഡിഫറൻസിയേഷൻ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോ അതൊരു ഇൻഹിബിറ്ററി റോളാണ്. അപ്പൊ 3 ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞു. ഇന്റർലൂക്കിൻ 4 ബി സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും, ഈസ്നോഫിൽസ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഈസ്നോഫിൽസും IgEയും ചെന്നിട്ട് പാരാസൈറ്റ്സുകളെ എലിമിനേറ്റ് ചെയ്ത് കളയും. ആൻഡ് ഓൾസോ ഇന്റർലൂക്കിൻ 4 എന്ന് പറയുന്നത് TH1 ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ഇന്റർലൂക്കിൻ ആണ് ഇന്റർലൂക്കിൻ 5. ഈ ഇന്റർലൂക്കിൻ 5നും ബി സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ബി സെൽസ് ആക്ടിവേറ്റഡ് ആയി ക്ലാസ് സ്വിച്ചിങ് നടക്കും. ക്ലാസ് സ്വിച്ചിങ് നടന്ന് IgGനെ ആക്ടിവേറ്റ് ചെയ്യും. ക്ലാസ് സ്വിച്ചിങ് ഓഫ് IgG ആന്റിബോഡി. ഈ ആന്റിബോഡിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കോംപ്ലിമെന്റുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിഫറൻസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദ റോൾ ഓഫ് ഇന്റർലൂക്കിൻ 5. സോ ദാറ്റ്സ് ദ റോൾ ഓഫ് TH2 എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ദ റോൾ ഓഫ് T helper 2. ആൻഡ് ഇപ്പൊ കണ്ടല്ലോ, T helper 2 കൂടുതലും ബി സെൽസുകളെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് HMI അല്ലെങ്കിൽ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിനെയാണ് കൊണ്ടുവരുന്നത്. ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് കൊണ്ടുവരുന്നത്, വിച്ച് ഇസ് കോൾഡ് HMI. ദാറ്റ് ഇസ് ആന്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ TH2 ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമറലിനെയാണ്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു TH1 ഫോക്കസ് ചെയ്തിരുന്നത് CMI ആയിരുന്നു, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആയിരുന്നു. And in case of TH2, that is the humoral mediated immunity. So that's all on T helper cells. So if you like this video, like, share and subscribe. Thank you for watching and bye guys.